കുറെ നാളായിട്ടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് കയറേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ ലേറ്റ് ആവുന്നാലും ലേറ്റസ്റ്റ് വരുന്ന ടീം ആയതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പാളയത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കയറാനായിട്ട് പറഞ്ഞത്. ബസ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനല്ലേ പറയുന്നത്. എന്തായാലും അവിടെ ഇതുപോലെ കഴിക്കാനൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന് കയറിയവരുടെ എന്റെ കണ്ണിപ്പെട്ടത് ഈ സാധനങ്ങൾ തന്നെയാണ്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുതുണ്ടം തിന്നണം എന്ന് പറയുന്ന പോലെ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഇരിക്കണം. ഞങ്ങൾ മുകളിൽ തന്നെയാണ് സീറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ബസ് മൂവ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ 5 മണിക്കുള്ള ജേർണിയാണ് ചൂസ് ചെയ്തത്. കാരണം ഈ സമയത്ത് കയറിയാൽ മാത്രമേ സൺസെറ്റും അതുപോലെ വെട്ടത്തിലും ഇരുട്ടത്തും ഒക്കെ നമ്മുടെ നഗരം കാണാൻ പറ്റും. ശരിക്കും ഇതിനെ സിറ്റി റൈഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കംപ്ലീറ്റ് ഇവരെ കൊണ്ടൊന്ന് ചുറ്റി കാണിച്ചു തരും. വണ്ടി സിഗ്നലിൽ സ്റ്റോപ്പായപ്പോൾ ഒരു വള്ളി കിട്ടിയ സന്തോഷത്തിലായിരുന്നു എൻ്റെ ആദ്യം. ഇനി ഈ വള്ളി ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ തൂങ്ങിക്കിടക്കാനാണോ ഇവളുടെ പ്ലാൻ എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്ന് അവളെ എടുത്തുകൊണ്ട് പോകാം. ശരിക്കും ഇതുപോലെ ആ വള്ളിയിൽ പിടിച്ചിരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തൂങ്ങിക്കിടക്കായിരുന്നു. ഞങ്ങൾ പോയി സിറ്റി മൊത്തം കണ്ടിട്ട് വന്നേനെ. ഒരു കാഴ്ച മിസ്സാക്കി പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്ന വഴി ഒരു സെമിത്തേരി കണ്ടു. എന്താണെന്നറിയില്ല, അവിടെ എത്തിയപ്പോൾ വണ്ടിയൊന്നും സ്ലോ ആയായിരുന്നു. പാളയത്തുനിന്ന് വണ്ടി കയറി ഞങ്ങൾ വീണ്ടും പാളയത്ത് തന്നെ എത്തി. ഭൂമി ഉരുണ്ടതാണെന്ന് ഇപ്പം മനസ്സിലായി. പാളയത്തിന്റെ സവിശേഷതയായ ടെമ്പിളും മോസ്കും ചർച്ചും ഒരുമിച്ചിരിക്കുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ മതസൗഹാർദ്ദമൊക്കെ കാണുമ്പോൾ മനസ്സിന് എന്താ ഒരു സമാധാനം. അങ്ങനെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയേക്കാണ്. നമ്മുടെ വണ്ടിയിലൊരു കോർഡിനേറ്റർ ഉണ്ട്. അദ്ദേഹം നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമെല്ലാം അപ്പോൾ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വിവരിച്ചു തരും. അദ്ദേഹം സംസാരിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് പാട്ടിട്ട് തരാൻ ചെയ്യും. ശരിക്കും എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതായിരുന്നു. നിങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എവിടെ നിന്നോ വന്നൊരു വിമാനം റൺവേയിലൂടെ ഓടി നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ പിന്നെ നമുക്ക് എണീറ്റ് നിൽക്കാനും ഡാൻസ് കളിക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ പാട്ടറിയെങ്കിൽ പാട്ടും പാടാം. എനിക്ക് മുമ്പേ തുള്ളാൻ നിൽക്കുന്ന ഒരു ഡ്രസ്സായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയത്. നാട്ടുകാരെ കൊണ്ട് ഞാൻ തുണിപ്പൊക്കി കാണിച്ചു എങ്ങനെ സർക്കാർ കടലാസിൽ എഴുതിക്കും എന്ന് ആലോചിച്ചിട്ട് മാക്സിമം ഞാൻ അതിനെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടായിരുന്നു. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ അത്രയും നേരമില്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു ട്രിവാൻഡ്രം സിറ്റിക്ക് ഉണ്ടായിരുന്നത്. 1.25 മണിക്കൂറാണ് യാത്ര പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ കറക്റ്റ് 2 മണിക്കൂർ യാത്ര ചെയ്തു. എന്നിരുന്നാൽ പോലും ഈ 2 മണിക്കൂർ പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. യാത്ര ചെയ്യാൻ പറ്റിയൊരു കമ്പാനിയനും വൈബുള്ള കോ പാസഞ്ചേഴ്സും ആണെങ്കിൽ ഒരു കോളേജ് വൈബ് തന്നെ നമുക്ക് നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ അടിപൊളി യാത്ര കഴിഞ്ഞ് തിരിച്ച് എനിക്ക് ഏറ്റവും പേടിയുള്ള ട്രെയിൻ കയറാനായിട്ട് എൻ്റെ ആദ്യ അമ്മയും കൂടെ എന്നെ കൊണ്ടുവന്നു. എനിക്ക് ഈ ശബ്ദമുള്ള എല്ലാം പേടിയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനും പേടി. പക്ഷെ പേടിച്ചത്ര ഒന്നും സംഭവിക്കാതെ തന്നെ പതുക്കെയാണ് എൻ്റെ ട്രെയിൻ വന്നത്. എന്തായാലും ട്രെയിനിലെ യാത്രയും കഴിഞ്ഞ് അച്ഛനും അമ്മയും വിളിക്കാൻ വന്നു. അതുവഴി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ടാറ്റാ.